മണ്ഡലകാലം പകുതി കഴിയുമ്പോൾ സന്നിധാനത്തും പമ്പയിലും ആശുപത്രി സേവനം തേടുന്ന തീർത്ഥാടകരിൽ പകുതിയും പനി ചികിത്സയ്ക്ക്. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി ആശുപത്രികളിലെത്തിയ 60,000-ലധികം പേരിൽ പകുതിയും പനി, ജലദോഷം, കഫക്കെട്ട് എന്നിവയ്ക്കാണ് ചികിത്സ തേടിയതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. സന്നിധാനത്ത് പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റവും മല കയറുന്നതിലെ ആയാസവുമാണ് മിക്കപ്പോഴും പ്രതികൂല ആരോഗ്യാവസ്ഥ സൃഷ്ടിക്കുന്നതെന്നും സന്നിധാനം മെഡിക്കൽ ഓഫീസർ അനീഷ് കെ സോമൻ പറഞ്ഞു. എമർജൻസി കേസുകൾ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെയിലി ഒരു കേസൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. ഈ മൊത്തം മണ്ഡല സീസണിനിടയ്ക്ക് ഒരു 15ഓളം കേസ്, 14 കേസ് നമ്മൾ ഇവിടെ നിന്ന് റെഫർ ചെയ്ത് താരോട്ട് വിട്ടിട്ടുണ്ട്, ആവശ്യമുള്ള മരുന്നൊക്കെ ചെയ്ത്. പിന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. പൊതുവെ എല്ലാവരും ചികിത്സ തേടുന്നത് കൂടുതലും ഈ ഒരു മല കയറുമ്പോൾ ഉള്ളൊരു ക്ഷീണം, കാലുവേദന, അങ്ങനത്തെയാണ് പൊതുവെ മൊത്തത്തിലുള്ള കൂടുതലും പേഷ്യൻസ്. കൂടുതലും ആണുങ്ങൾ തന്നെയാണ് രോഗികളായിട്ട് വരുന്നത്. സ്റ്റാഫ് സ്ട്രെങ്ത് നമുക്കിപ്പം അഡിക്കേറ്റാണ്. ആവശ്യത്തിന് ഉള്ള ജീവനക്കാർ എല്ലാ മേഖലകളിലും ഉണ്ട്. ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിലും, നഴ്സിംഗ് സ്റ്റാഫാണെങ്കിലും, ലാബ് ടെക്നീഷ്യന്മാരാണെങ്കിലും, ഫാർമസിസ്റ്റ്, അറ്റൻഡർമാർ, ഇവരെല്ലാം അഡിക്വേറ്റായിട്ട് തന്നെയുണ്ട്. ഇപ്പം തിരക്ക് എല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറയുന്നുണ്ട്. പൊതുവേ ഒരു തൃപ്തികരമായ സേവനമാണ് കൊടുക്കുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതുവരെ അങ്ങനെ പൊതുവെ പരാതികളൊന്നും ഉയർന്നിട്ടില്ല ആരോഗ്യമേഖലയിൽ. നിലവിൽ വിവിധ രോഗങ്ങൾക്കായി ചികിത്സയിലിരിക്കുന്നവർ ദർശനത്തിനായി എത്തുമ്പോൾ ചികിത്സാ രേഖകളും കഴിക്കുന്ന മരുന്നുകളും കൈവശം കരുതണമെന്നും ദർശനത്തിനെത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ നടത്തം ഉൾപ്പെടെയുള്ള ലഘുവ്യായാമങ്ങൾ ചെയ്ത് തുടങ്ങണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. മല കയറുന്നതിനിടയിൽ ക്ഷീണം, തളർച്ച, നെഞ്ചുവേദന, ശ്വാസതടസ്സം എന്നിവയുണ്ടായാൽ മല കയറുന്നത് നിർത്തി വൈദ്യസഹായം തേടണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. 22 ദിവസത്തിനിടെ പമ്പയിലും സന്നിധാനത്തും വിവിധ ആശുപത്രികളിൽ 67,597 പേർ വിവിധ ചികിത്സയ്ക്കായി എത്തി. സന്നിധാനത്ത് 28,839 പേർ അലോപ്പതി ചികിത്സ തേടിയപ്പോൾ 25,060 പേർ ആയുർവേദ ചികിത്സ തേടി. 1,107 പേരാണ് ഹോമിയോ ചികിത്സ തേടിയത്. സന്നിധാനത്തിലുള്ള ആയുർവേദ ഡിസ്പെൻസറിയിൽ ദിവസം 1000 വരെ പേഷ്യൻറ്റുകൾ വരാറുണ്ട്. ഇപ്പോൾ കൂടുതൽ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ കയറി വരുമ്പോൾ വരുന്ന ഒരു മസിൽ കാച്ച്, അല്ലെങ്കിൽ പിന്നെ കൈകാല് വേദന, അല്ലെങ്കിൽ ചെറിയ ഉഴുക്ക്, പിന്നെ സ്കിൻ ഡിസീസ്, ഇങ്ങനെയുള്ള കേസുകളാണ്. പൊതുവേ നമ്മൾ ഈ മല കയറി വരുന്ന ഭക്തർക്കായിട്ടുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ചികിത്സിക്കാനുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതായത് മല കയറി വരുന്ന ഭക്തർക്ക് പെട്ടെന്ന് തണുപ്പടിച്ചുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങൾ, അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകൾ, ശ്വാസം മുട്ടുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ കൈകാല് വേദനകൾ, അങ്ങനെ പിന്നെ ചെറിയ പരിക്കുകൾ ഉണ്ടാകുന്നവരുണ്ടാവും. പിന്നെ ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും കിട്ടുന്ന സാംക്രമിക രോഗങ്ങളുണ്ടാകുന്നവരുണ്ടാവും. അതിനൊക്കെയുള്ള അടിയന്തര ചികിത്സയാണ് സാധാരണ നമ്മളിവിടെ നൽകി വരുന്നത്. പമ്പയിൽ വിവിധ ആശുപത്രികളിലായി 12,591 പേർ ചികിത്സ തേടി. അതേസമയം സന്നിധാനത്തെ ആയുർവേദ ആശുപത്രിയിൽ ദേവസ്വം ബോർഡ് സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. വിപുലപ്പെടുത്തിയ ചികിത്സാ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നിർവഹിച്ചു. നിലവിലെ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് നടപ്പന്തലിനടുത്ത് പഞ്ചകർമ്മ ചികിത്സാ സൗകര്യങ്ങളും മസാജിംഗ്, ബാൻഡേജിംഗ്, സ്റ്റീം യൂണിറ്റുകൾ എന്നിവയ്ക്കും വേണ്ട സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങിൽ ആയുർവേദ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PS മഹേഷ് അധ്യക്ഷനായി. ഡോക്ടർ A സുജിത്, ഡോക്ടർ KG ആനന്ദ്, ഡോക്ടർ പ്രവീൺ കളത്തിങ്കൽ, ഡോക്ടർ ദീപക് C നായർ എന്നിവർ പങ്കെടുത്തു. ഇന്നറിയ ന്യൂസ് കേരള, ശബരിമല. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.